പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് എന്ന വലിയ ശുശ്രൂഷയുടെ 44-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള സീന കുഞ്ഞപ്പൻ എന്ന ഒരു മകളുടെ വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സീജ കുഞ്ഞപ്പൻ. ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഞാൻ ഈ ലിവിങ് ഒറക്കിൾസ് എപ്പിസോഡുകൾ എടുക്കാറ് ദൈവപിതാവിൻ്റെ വലിയ വെളിപാട്, അതുമല്ലെങ്കിൽ വലിയ വെളിപ്പെടുത്തലുകൾ, പഠിപ്പിക്കലുകൾ, നേരിട്ട് കിട്ടിയ വലിയ വലിയ സാക്ഷ്യങ്ങളാണ്. ഈ ഒരു സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വ്യക്തികളാണ് മരിയൻ ഉടമ്പടി എടുക്കാൻ അവർ മടിച്ചു നിൽക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ തന്നെ അവരുടെ അനുഗ്രഹത്തെ താമസിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മകളാണ് ഈ സീന എന്നുള്ളത്. ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 11 വർഷമായിട്ട് മൗറീഷ്യസിൽ വർക്ക് ചെയ്യുന്ന, ഫാമിലിയായിട്ട് വർക്ക് ചെയ്യുന്ന സഹോദരങ്ങളാണ്. അങ്ങനെ അവിടുത്തെ ചുറ്റുപാടൊക്കെ മടുത്തിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം അവർ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കാനഡയിലോട്ടുള്ള പ്രോസസ്സിങ് ആരംഭിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ഡിലേ ഇവർ നേരിടുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു പേപ്പർ വരാൻ ലാഗ് ചെയ്യുന്നു. ആ സമയത്താണ് ഒരു കൂട്ടുകാരിയിലൂടെ കൃപാസനത്തെ പറ്റി ഈ മകള് അറിയുന്നത്. ഇങ്ങനെ കൃപാസനത്തെ പറ്റി അറിഞ്ഞ് ഈ മകള് രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു തടസ്സം നീങ്ങിക്കിട്ടും. അവിടുത്തെ ഒരു പ്രൊവിൻസ് നോമിനേഷൻ ലെറ്റർ അത് ഈ മകൾക്ക് സാങ്ഷനായി കിട്ടും. ആ മകള് പറയുന്നുണ്ട്, ഈ പ്രത്യക്ഷീണ പ്രാർത്ഥന എന്ന് ചെല്ലാൻ തുടങ്ങി 7 ദിവസത്തിനുള്ളിൽ ഒരു മിറക്കിള് ഈ മകള് കാണുകയാണ്. അപ്പോൾ ഈ കൃപാസന മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത മകള് പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ്: കൃപാസനത്തിൽ മാതാവ് സഞ്ചാരി മാതാവാണ്, സഞ്ചരിച്ച് എല്ലാ വിഷയങ്ങളും നടത്തി കൊടുക്കും. അപ്പോൾ ആ ഒരു സഞ്ചാര സാന്നിധ്യം പരിശുദ്ധ ദൈവമാതാവിന്റെ മകൾ നേരിട്ട് അനുഭവിച്ചു. അങ്ങനെ ഈ മകള് ആ പേപ്പർ കിട്ടിയപ്പോൾ അടുത്ത സ്റ്റെപ്പ് വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. വർക്ക് പെർമിറ്റ് കിട്ടാൻ നോർമലി 12 വീക്സ് എടുക്കും. അപ്പോൾ ഈ 12 വീക്സിനുള്ളിൽ കിട്ടും എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ട് ഈ മകള് മൗറീഷ്യത്തിൽ നിന്ന് കുടുംബമായിട്ട് റിസൈൻ ചെയ്ത് നാട്ടിൽ വരികയാണ്. 6 മാസം കഴിഞ്ഞിട്ടും ഈ ഒരു വിഷയത്തിന് തീരുമാനമൊന്നും ആയില്ല. അപ്പോൾ ഈ മകള് പറയുന്നുണ്ട്, കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്താൽ ഈ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ഇതെനിക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും നാള് വീട്ടിൽ നിന്നിട്ടും ഞാൻ കൃപാസനത്തിലോട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നില്ല. ഇങ്ങനെ വിഷയം നടക്കാതായപ്പോഴാണ് ഈ മകള് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇപ്രകാരമാണ്: ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാനഡയിലെ വർക്ക് പെർമിറ്റ് ഈ 2 പേർക്കും ശരിയാകുന്നു. ഇവർ 2 പേരും പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് കാനഡയിലോട്ട് ഭർത്താവും ഭാര്യയെയും ഒന്നിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് സാക്ഷ്യത്തിന്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം ഇപ്രകാരമാണ്. ഈ മകള് പറയുന്നുണ്ട്, എനിക്ക് യാതൊരു മെറിറ്റുമില്ല, ഞാൻ പഠിത്തത്തിൽ അത്ര എക്സലന്റ് ഒന്നുമല്ല. 2005 ഡിപ്ലോമ നഴ്സിംഗ് GNM നഴ്സിംഗ് പാസ്സായ മകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാനഡയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ N+RN എക്സാം പാസ്സാവും. അപ്പോൾ ഈ മകള് ആ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. മകള് പറയുന്നുണ്ട്, ഞാൻ സാക്ഷ്യങ്ങൾ കേട്ട് മരിയൻ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് പോയി ആ എക്സാം എഴുതുന്നത്. 1-ാമത്തെ തവണ തന്നെ ഈ മകള് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കണം എന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഒരു സാധാരണ വീട്ടമ്മ നോർമലായിട്ട് ജീവിതമൊക്കെ ജീവിച്ചു പോകുന്ന ഒരു നേഴ്സിനെ ദൈവപിതാവ് മരിയൻ ഉടമ്പടി എടുത്തുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എടുത്തുയർത്തുന്ന, അത് സമയച്ചുരുക്കത്തിനുള്ളിൽ എടുത്തുയർത്തുന്ന വലിയൊരു സാക്ഷ്യമാണ്. അങ്ങനെ മകള് N+RN എക്സാം പാസ്സാകുന്നു. പിന്നീട് മകള് പറയുന്നുണ്ട്, ഡെയിലി ബ്രെഡിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട് 9:30 നിങ്ങളുടെ ബ്ലെസ്സിങ് ടൈമാണ്. അന്ന് ഈ മകള് ഇന്റർവ്യൂവിന് പോകുന്നു.
അപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഈ മകൾ ചെയ്യുന്നത് ഇപ്രകാരമാണ്. അതായത് കൃപാസനത്തിലെ ഉപ്പ്, ആ മകൾക്ക് ഏത് ആശുപത്രിയിലാണ് ജോലി കിട്ടണമെന്ന് ഈ മകൾ ആഗ്രഹിച്ചത്, അവിടെ കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ മകൾക്ക് ജോലി ശരിയാകുന്നു. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ഒരു വീട് ഞങ്ങൾക്ക് അവിടെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഒരു കനേഡിയൻ ഫാമിലി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് വീട് മാറിപ്പോവുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ആ വീട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചുരുങ്ങിയ തുകയ്ക്കുള്ളിൽ, ഇവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തുകയിൽ അവർക്ക് വീടും ലഭിക്കുന്നു. അപ്പോഴും ഈ മകൾ പറയുന്നുണ്ട്, ഈ വീട് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവർ കാണാൻ പോകുന്ന ആ സമയത്ത് കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവപിതാവ് ആ ഭവനവും അവർക്ക് അനുവദിച്ചു നൽകി. അങ്ങനെ ലൈഫ് മൊത്തം, അതായത് 2023 കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ സമയ ചുരുക്കത്തിനുള്ളിൽ ജീവിതം കരുപ്പിടിപ്പിച്ച വലിയ സാക്ഷ്യങ്ങളുടെ പരമ്പരയുമായിട്ടാണ് ഇന്ന് ഈ കുടുംബം അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ആ മകള് ഒപ്പം തന്നെ പറയുന്നുണ്ട്, ഒരു മെറിറ്റും ഇല്ലായിരുന്നിട്ട് അവിടുത്തെ കാനഡയിൽ ചെന്നിട്ട് അവിടുത്തെ ലൈസൻസും എനിക്ക് കിട്ടി. അതും ലൈസൻസ് അടിച്ച് കൈ കിട്ടിയപ്പോൾ മനസ്സിലായത് എനിക്ക് തന്നെയാണല്ലോ ഇത് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം വളരെ വണ്ടറായിട്ടുള്ള വലിയ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇതെല്ലാം ഉടമ്പടിയുടെ പാക്കേജിൽ ഉള്ളതാണ്. അപ്പോൾ മരിയൻ ഉടമ്പടി എടുക്കാൻ മടിച്ചു നിൽക്കുന്നവരോട് ഈ മകള് പറയുന്ന ഒരു കാര്യം, 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതായത് നിങ്ങൾ ആരും ഇങ്ങനെ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, വന്ന് ഉടമ്പടി എടുത്ത് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. 2, ഈ മകള് മറ്റൊരു പഠിപ്പിക്കൽ നമ്മളോട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രബോധന ധ്യാനങ്ങളിലും മരിയൻ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാ ശുശ്രൂഷകളിലും നമ്മളെ ബോധ്യപ്പെടുത്താറുള്ളത് പോലെ വിശ്വാസ പ്രമാണത്തിന് അത്രയേറെ ശക്തിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇതേപോലെ തകർച്ചകളുടെ സമയത്ത് ദൈവഹിതം ഒരു വിഷയം വെളിപ്പെടുത്തി കിട്ടിയിട്ടും ആ വിഷയം ലാഗ് ചെയ്യുന്ന സമയത്തുമെല്ലാം എൻ്റെ മൊബൈലിൽ ഇന്ന് ആ പാട്ടില്ല, ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു മലയാളം പാട്ടുണ്ടായിരുന്നു. ഞാൻ ആവർത്തിച്ച് എൻ്റെ റൂമിൽ ഈ പാട്ടിട്ടാണ് ഞാൻ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ക്രൈസിസ് ടൈം അതിജീവിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഈ പാട്ട് ആവർത്തിച്ചിടുന്നത്? അത് വിശ്വാസ പ്രമാണത്തിന് അത്രയേറെ ശക്തിയുണ്ട്. ഈ മകളും സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട്, അത്രമാത്രം ശക്തിയുണ്ട്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ മനസ്സിൽ വന്നു. അതിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു വചനമാണ് സംഖ്യ 18:19. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഉടമ്പടി ഉപ്പ് ഒരു സ്ഥലത്തിടുമ്പോൾ ആ സ്ഥലത്ത് പ്രത്യേകമായിട്ട് ദൈവനാമത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പ് നിക്ഷേപിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നു? അതിന്റെ ഉത്തരമാണ് ഈ സംഖ്യ 18:19 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ഉപ്പ് നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭൂമി, ആ സ്ഥലം, അവിടുത്തെ ചുറ്റുപാടുകൾ ഇതെല്ലാം നിനക്ക് ശാശ്വത അവകാശമായിട്ട് ദൈവം അനുവദിച്ചു നൽകി. ഈ മകള് പറയുന്നുണ്ട്, ആ വീട് ലഭിക്കാൻ വേണ്ടിയിട്ടും ജോലി ലഭിക്കണമെന്ന് ഈ മകൾ ആഗ്രഹിച്ച ആശുപത്രിയിലും എല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന്. അത് ദൈവത്തിന് ഓഹരിയായിട്ടുള്ള ആ വസ്തു, അതുമല്ലെങ്കിൽ ചുറ്റുപാട് ഈ മരിയൻ ഉടമ്പടി ഉപ്പ് നിക്ഷേപിച്ച് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ അത് തനിക്ക് അവകാശമായി ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ മകൾ അത് ചെയ്യുന്നത്. അത് ലവണ ഉടമ്പടിയാണ്. അതാണ് സംഖ്യ 18:19 നമ്മൾ വായിക്കുന്നത്. നിങ്ങളും ഒരു വിഷയം ദൈവികമായിട്ടുള്ള വലിയ ഇടപെടൽ ഉണ്ടായി എത്രയും വേഗം ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലാൽ വലിയ ദൈവിക ഇടപെടലുകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഇതുപോലെ തന്നെ വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കളേറെ പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കണം എന്നും കൂടി പറയാനാണ് ഈ സാക്ഷി എടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് നെഹമിയ പുസ്തകത്തിലെ തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: നെഹമിയ 9:13. സ്വർഗസ്ഥനായ അവിടുന്ന് സീനായ് മലയിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. സീനായ് മലയിൽ ദൈവപിതാവ്
ഇസ്രായേൽ ജനത്തോട് മോശ വഴി ഉടമ്പടി ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ നെഹമ്യായുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഇറങ്ങി വന്നാണ് അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും നൽകുന്നത്. ഈ മകളുടെ ജീവിതസാക്ഷ്യവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒരു കൂട്ടുകാരിനെയാണ് ദൈവം പറഞ്ഞു വിടുന്നത്. കൃപാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവാണ്. ഇപ്പോൾ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാനഡ പ്രോസസ്സിംഗ് വിഷയങ്ങൾ ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയുള്ളവയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നീ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ഈ കൂട്ടുകാരിയിലൂടെ ദൈവപിതാവ് സന്ദേശം കൈമാറുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധ ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയാകുന്നത്. ഈ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയാകുന്ന ദൈവമാതാവ് ലോകത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ ഒരുപാട് നാളുകളായിട്ട് കടന്നു പോകുന്ന ജീവിത ദുരിതങ്ങളുണ്ടാകും. അതെല്ലാം എൻ്റെ മധ്യസ്ഥതയിൽ തിരുക്കുമാരനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൃപാസനത്തിന് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്ത, ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ ആ സന്ദേശത്തോട് ഐക്യദാർഢ്യം നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, മരിയൻ ഉടമ്പടി വിശ്വസ്തതാപൂർവ്വം പാലിക്കുമ്പോൾ സമയ ചുരുക്കത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം നടക്കുന്നത്. ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ അതിനുവേണ്ടി തന്നെ തന്നതാണ് ഈ മരിയൻ ഉടമ്പടി. ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ കുർബാന അത് നിത്യതയുടെ കൂദാശയാണ്. അവിടെ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾ കൂട്ടിച്ചേർക്കരുത്. പക്ഷേ മരിയൻ ഉടമ്പടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾ പറയാം. അതെ, കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞു തീർന്നു പോയപ്പോൾ പുത്രനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് അഭ്യർത്ഥിച്ച പരിശുദ്ധ അമ്മ മരിയൻ ഉടമ്പടി വഴിയായിട്ട് കൃപാസനത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ വലിയ ദൈവിക രഹസ്യം അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് 6 ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ചു കഴിയുമ്പോൾ സമയ ചുരുക്കത്തിൽ ബാറൂക്ക് 5:7 തിരുവചനം അനുസരിച്ച്, അതായത് മഹത്വത്തിന്റെ ചിറകിൽ നമ്മളെ അവിടെ നിന്ന് സംവഹിച്ചു കൊണ്ടുപോകും. ആ ഒരു സാക്ഷ്യമാണ് ഈ മകള് പറയുന്നത്. ഒരു മെറിറ്റും ഈ മകൾക്കില്ല. നമ്മള് പറയുന്നത് 2005 ജീനം പാസ്സായി മകളെ 18 വർഷങ്ങൾക്ക് ശേഷം 2023 എൻഗ്ലസ് RN എക്സാം ആദ്യ അറ്റംപ്റ്റിൽ തന്നെയാണ് ഈ മകള് പാസ്സാവുന്നത്. ഈ മകള് പറയുന്നുണ്ട് എൻ്റെ മെറിറ്റ് അല്ലാതെ. ഇന്ന് ഈ മകൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അതായത് ഈ മകളുടെ സ്വപ്നങ്ങൾക്ക് കൃപാസന മാതാവ് നൽകിയത് വൻ ചിറകുകളാണ്. അത് വെളിപാട് 12:14 പുറപ്പാടിൽ നമ്മൾ വായിക്കുന്ന കഴുകൻ്റെ ചിറകുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിംഗപ്പൂർ പോയപ്പോൾ അവിടെ ഒരു ബേർഡ് ഷോ കണ്ടു. അപ്പോൾ ഓരോ ബേർഡ്സും, വേറെ പ്രത്യേകിച്ച് ഈഗിള് പോലെയുള്ള ബേർഡ്സ് അവിടെ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പറക്കും. നമ്മുടെ മുമ്പിലൂടെയാണ് അത് പറക്കുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് ഉടമ്പടിയെടുത്ത മക്കളെ വിശ്വസ്താപൂർവം ദൈവ കൽപ്പനകൾ നെഹമ്യ 9:13 തിരുവചനം അനുസരിച്ച് സ്വർഗസ്വനായ പിതാവ് ഒരു ദൈവിക സന്ദേശം കൈമാറുമ്പോൾ അത് അതേപടി ജീവിതത്തിൽ നിവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളോട് വചനം കേൾക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ജനത്തോട് അവിടുന്ന് കാണിക്കുന്ന വലിയ കരുണയാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സാക്ഷ്യം എടുത്തത്. അതായത് വലിയ വചന വെളിപാടുകളൊന്നും ഈ മകൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സാക്ഷ്യം എടുക്കാൻ കാരണം അതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉടമ്പടി എടുക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങളെ പ്രചോദിപ്പിക്കണം. ഈ സാക്ഷ്യത്തിൻ്റെ കൂടെ ഞങ്ങളത് പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സാക്ഷ്യം മുഴുവനും കാണണം. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ മകളുടെ ജീവിത മാതാവ് കരുപ്പിടിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നു നെഹമ്യ 9:14. അവിടുത്തെ ദാസനായ മോശ വഴി വിശുദ്ധ സാപത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി. മരിയൻ ഉടമ്പടിയിൽ നമുക്ക് പാലിക്കാൻ 6 നിബന്ധനകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ തന്നിട്ടുണ്ട്, ക്ലാപ്പ് പേപ്പർ. അത് നിങ്ങൾ മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം, ഏറെ പ്രത്യേകിച്ച് കൂദാശ ജീവിതം നയിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യാറ്. അതിൻ്റെ കാരണം അവരനുദിനം കൂദാശകളിൽ മുന്നേറുന്നുണ്ടോ, അവരുടെ ജീവിത നവീകരണം വരുത്തി അവർ വിശുദ്ധിയിൽ മുന്നേറുന്നുണ്ടോ എന്ന് സ്വയം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിസ്ത്യൻ ലൈഫ് അസസ്മെന്റ് പേപ്പർ നൽകുന്നത്. അപ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉടമ്പടി ബുക്ക് തന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് നിങ്ങൾ പാലിക്കേണ്ട 6 നിബന്ധനകൾ. ക്രൈസ്തവരായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂദാശ ജീവിതം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ക്ലാപ്പ് പേപ്പറും കൂടി തരുന്നത്.
ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബുക്ക് തന്നിട്ടുണ്ട്. അതിൽ 6 നിബന്ധനകൾ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മരിയൻ ഉടമ്പടി എടുത്ത നാൾ മുതൽ അനുദിനം കൂടുതൽ ദൈവസ്നേഹത്തോടെ അനുദിനം അതിൽ മുന്നേറുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും സമയച്ചുരുക്കത്തിന്റെ വലിയൊരു പ്രതിഭാസം, ഉടമ്പടി പ്രതിഭാസം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. വീണ്ടും നെഹമ്യാ 9:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവിടുന്ന് അവർക്ക് ആകാശത്തു നിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. അതായത് ഇങ്ങനെ മരിയൻ ഉടമ്പടി നിബന്ധനകളൊക്കെ വ്യക്തമായിട്ട് വിശുദ്ധിയോട് കൂടിയിട്ട് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കൊക്കെ സമയം കണ്ടെത്തി മുന്നേറുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പം ലഭിക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ഈ കുടുംബത്തിന്റെ സാക്ഷ്യം നിങ്ങൾ ഇപ്പോൾ കേട്ട് കാണും. അതായത് ഒരു മെറിറ്റും ഇല്ലായിരുന്നിട്ട് പോലും മകളെ കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് സമയ ചുരുക്കത്തിലാണ് ദൈവപിതാവ് ഉയർത്തുന്നത്. അത് അപ്പവും ജലവും നൽകുന്നതിന്റെ സൂചനയാണ്. വീണ്ടും അവർക്ക് വാഗ്ദാനമായി തന്ന നാട് അവർക്ക് അവകാശമായി കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പം ഈ മകള് ജോലിയൊക്കെ ലഭിച്ച് സെറ്റായിരുന്ന സമയത്ത് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ആ കനേഡിയൻ ഫാമിലി, അതെ, അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം തരാം. സാധാരണ അവിടെ ഒരു സെയിൽ നടക്കുന്നത് ആദ്യം മാർക്കറ്റിങ്ങിൽ ഈ ഒരു ആഡ് ചെയ്യും, അഡ്വർടൈസ്മെന്റ് ചെയ്യും. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ആൾക്കാണ് ഈ ഭവനം കൊടുക്കുന്നത്. പക്ഷെ ഇവരോട് നേരിട്ട് ഇവർ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം തരാം. അതെ, ഇങ്ങനെ മരിയൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സംഖ്യ 18:19 തിരുവചനം അനുസരിച്ച് ദൈവമായ കർത്താവ് എൻ്റെ അവകാശവും ഓഹരിയുമാണെന്ന് പരസ്യമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, അതെ, അവിടുന്ന് ഈ അവകാശം, ഭൂമിയുടെ അവകാശം നമുക്ക് പതിച്ചു നൽകുന്നതിലൂടെ തൻ്റെ ആ ഉടമ്പടി വാഗ്ദാനം അനുസ്മരിക്കുന്ന വലിയൊരു സാക്ഷ്യം കൂടിയാണിത്. തുടർന്ന് നെഹമ്യായിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നു. അതെ, ഈ മകള് പറയുന്നുണ്ട്, അങ്ങനെ ലഭിച്ച ഭവനത്തിൽ 2 ഹോൾ ഉണ്ടായിരുന്നു. ഒരു ഹോള് ഞങ്ങൾ പ്രാർത്ഥനാ മുറിയാക്കി മാറ്റി. അതെ, ദൈവവുമായിട്ട് സംവേദിക്കുവാൻ, ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ, എന്നും ഉടമ്പടി അനുസ്മരിച്ച് ഈശോയോട് കൂടെ ആയിരിക്കുവാൻ അവർ ദൈവപിതാവിന് ഒരു ഭവനം തന്നെ അവരുടെ വീട്ടിൽ തീർക്കുകയാണ്. എത്ര സുന്ദരമാണ് ഈ സാക്ഷ്യം. ഒന്നുമില്ലായ്മയിൽ നിന്നും, മൗറീഷ്യസിൽ നിന്നും കാനഡയിൽ ജോലി കിട്ടും എന്നുള്ള ഒരു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തി ഒന്നുമല്ലാതിരുന്ന ഒരു ഫാമിലിയെ സമയ ചുരുക്കത്തിലാണ് മാതാവ് എടുത്തുയർത്തി കാനഡയിൽ ഉടമ്പടിയുടെ സാക്ഷികളാക്കി ഉയർത്തിയത്. ഇത് എല്ലാവർക്കും സ്വന്തമാക്കാം. ഒന്ന് മാത്രമേ ഉള്ളൂ, അതെ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചില വ്യക്തികൾ വളരെ ദൈവസ്നേഹത്തോടു കൂടി മരിയൻ ഉടമ്പടി സാക്ഷ്യങ്ങളും ഇവിടുത്തെ ധ്യാനങ്ങളും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യും. കാണുന്നവരോടൊക്കെ 4 ആൾ കൂടുന്നിടത്തൊക്കെ ഞാൻ ഉടമ്പടി എടുത്താണ് എനിക്ക് വിഷയം കിട്ടിയതെന്നൊക്കെ പറയും. പിന്നാലെ ഇവരിങ്ങനെ മങ്ങിപ്പോകും. ഇവര് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അത് ഇന്ന് വരെ ഇപ്പോൾ 2026 സാക്ഷ്യം പറയുമ്പോൾ ഒന്നും മുടക്കിയിട്ടില്ല. അതെ, അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ദിവസം കൂടുന്നു, ഷെയർ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനം ചൊവ്വ അല്ലെങ്കിൽ ഒരു ബുധൻ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവരത് കൂടിയിരിക്കും. കാരുണ്യ പ്രവൃത്തികൾ വ്യക്തമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃപാസനത്തിൽ നിന്ന് പത്രം വരുത്തിച്ച ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാ നിബന്ധനകളും അവർ പാലിക്കുന്നുണ്ട്. അതെ, അനുഗ്രഹാനന്തര കാലഘട്ടമാണ് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അനുഗ്രഹം ലഭിച്ചതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, അത് നിങ്ങൾ ആദ്യമേ തന്നെ ഈശോയോട് പറയണം. അതെ, എന്നും ദൈവപിതാവേ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അങ്ങേ ദാസിയായി, വചനത്തിൻ്റെ ദാസിയായി മരിയൻ ഉടമ്പടി വഴി എനിക്ക് ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഞാൻ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു വെളിച്ചമായി പ്രശോഭിക്കുമെന്ന ആ ഒരു തീരുമാനം നിങ്ങൾ എന്ന് മനസ്സിലെടുക്കുന്നുവോ അന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പൂക്കാലം
പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിലായിരിക്കും, ആത്മീയ വസന്തകാലത്ത് നിങ്ങളുടെയും ആരംഭിച്ചിരിക്കും. ഈ മകളെ പോലെ നിങ്ങൾക്കും സാക്ഷ്യം പറയാൻ പറ്റും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവപിതാവേ, ഈ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മരിയൻ ഉടമ്പടി എടുക്കാൻ നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ തകർച്ചകൾ വരുമ്പോൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിയുമ്പോൾ വിശ്വാസ പ്രമാണത്തിലൂടെ ദൈവിക ശക്തി ആർജിക്കാമെന്നും മരിയൻ ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കുന്നതിലൂടെ ആ പ്രദേശം, ആ ജീവിത സാഹചര്യമെല്ലാം ഈശോയെ നിന്റെ അവകാശഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നിന്റെ വരുതിയിലാക്കാമെന്നും അങ്ങനെ വലിയ ദൈവാനുഭവം പ്രാപിക്കാമെന്നും ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. അതെ, നീ ഞങ്ങളുമായിട്ട് മരിയൻ ഉടമ്പടി ഉറപ്പിക്കാൻ പല വ്യക്തികളിലൂടെ, കൃപാസനം പത്രത്തിലൂടെ, സാക്ഷ്യങ്ങളിലൂടെയൊക്കെ സമീപിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒഴിഞ്ഞു മാറി നടന്നിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ വേഗം അനുഗ്രഹം പ്രാപിക്കുവാൻ, ഈശോയെ അതുവഴി നിന്നെ മഹത്വപ്പെടുത്തി കൂടുതൽ ദൈവസ്നേഹത്തോടെ എരിഞ്ഞു പ്രവർത്തിക്കുവാൻ മരിയൻ ഉടമ്പടി അത് ഞങ്ങളെ സഹായിക്കുമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ മടിച്ചു നിൽക്കുന്ന എല്ലാ മക്കൾക്കും, ഞങ്ങളുടെ അറിവിലുള്ള എല്ലാ മക്കൾക്കും ഈ ശുശ്രൂഷ വഴിയായിട്ട് അധിക അഭിഷേകം നൽകി എത്രയും വേഗം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ആ മക്കളെയും പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി നീ എത്രയും വേഗം ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.